നമസ്കാരം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിലും വൈകാതെ BJP സഖ്യകക്ഷികളുടെ സർക്കാർ നിലവിൽ വരും എന്നാണ്. കേരളത്തിൽ ഗുസ്തിയും മറ്റിടങ്ങളിൽ ദോസ്തിയും നടത്തുന്ന കാര്യം CPM-നെയും കോൺഗ്രസിനെയും പരിഹസിച്ചുകൊണ്ട് അത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ത്രിപുരയാണോ നാളത്തെ കേരളം എന്ന നിലപാടാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രായോഗികമാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് പൊതുവേദിയിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാം. സ്വാഗതം പൊതുവേദിയിലേക്ക്. ആദ്യ കോളർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, എന്തു തോന്നുന്നു? കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ നമ്മൾ എങ്ങനെ കാണണം? ഇന്നത്തെ ത്രിപുരയാണോ നാളത്തെ കേരളം? സാറേ, ഇന്നത്തെ സാഹചര്യം വെച്ചത് മാറേണ്ട സാഹചര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കള്ളവില്ല, ചതിയില്ല, വഞ്ചനയൊന്നുമില്ല. ജനങ്ങൾക്ക് നമ്മളോട് 10 രൂപ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിൽ തന്നെ തിരിച്ച് എത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, അല്ലാതെ അടിച്ചോണ്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. പിന്നെ CPM എന്ന് പറഞ്ഞിട്ട് CPM കാണിക്കുന്നതൊന്നും അത്ര ശരിയായ നടപടികളല്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി പാറത്തോട് പഞ്ചായത്തിൽ 15-ാം വാർഡില് 40 പേര് ഒന്നിച്ചാണ് സഖാവ് ഋഷി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന സഖാവ്. ഈ ഒരു പഞ്ചായത്തിൽ ഒറ്റ സഖാവുള്ളൂ. സഖാവിന്റെ ഉൾപ്പെടെ 40 പേര് ഒന്നിച്ചാണ് STPയിലോട്ട് അവർ വിശദീകരണ യോഗം വെച്ച് വലിയ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്താ അവർ പിരിഞ്ഞു പോയത്. 40 പേര് ഒന്നിച്ചാണ് STPയിലോട്ട് പോയത്. അതുപോലെ പല മേഖലയിൽ നിന്നും പോകുന്നില്ല. പിന്നെ അതൊന്നും പുറത്തറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വന്നാൽ നമുക്ക് കേരളത്തിന് നല്ലതായിരിക്കും. ജനങ്ങള് നല്ല ഇന്നത്തെ ഈ ത്രിപുരയിൽ ഉണ്ടായ തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിലും ഉണ്ടാകും എന്നാണ് രവീന്ദ്രൻ കരുതുന്നത്, അല്ലേ? വരും. അങ്ങനെയുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ജനങ്ങൾക്ക് അതിനുള്ള ബോധവും പൊക്കണവും ആയി സാറേ. അതാണ് അതിന് സത്യം. ശരി. ഏതായാലും വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത്. വടക്കൻ പരവൂരിൽ നിന്ന് കലാധരൻ വിളിക്കുന്നുണ്ട്. കലാധരൻ, എന്ത് തോന്നുന്നു? രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ അതോ പ്രധാനമന്ത്രിയുടെ അവകാശവാദം അങ്ങനെ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നാണോ തോന്നുന്നത്? എന്റെ പൊന്നു സാറേ, ഈ പൊതുവേദിയിൽ സത്യം പറഞ്ഞാൽ ഓരോരുത്തരും അവനവന്റെ രാഷ്ട്രീയ വിശ്വാസത്തെ മാത്രം മുൻനിർത്തി സംസാരിക്കുന്നല്ലാതെ വസ്തുത മനസ്സിലാക്കിയല്ല സംസാരിക്കുന്നത്. ഇന്ന് ത്രിപുരയുടെ സംഭവം ശരിയാണ്. പക്ഷെ ത്രിപുരയിലെ ജനങ്ങളല്ല കേരളത്തിലേത്. കാരണം ഞാൻ ത്രിപുരയും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളും അവിടെ സർവീസ് ചെയ്ത് അവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതെ, അവിടെയൊക്കെ പോയിട്ടുള്ള ആളാണോ? എങ്ങനെയാ, എന്ത് സാഹചര്യത്തിൽ അവിടെ പോയത്? ഞാൻ സർവീസിലായിരുന്നു. പട്ടാളത്തിലായിരുന്നു. അതെ അതെ അതെ. അത് ശരി. എന്താണ് ഈ ത്രിപുരയിലെയും ബംഗാളിലേക്ക് സാഹചര്യവും കേരളത്തിന്റെ ഒരു സാഹചര്യം തമ്മിലുള്ള വ്യത്യാസം ശ്രീ കലാധരൻ? കേരളത്തിൽ നിന്ന് ഇവർക്ക് ഭരണം കിട്ടിയ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? അത് ശരി. ജനങ്ങൾ മടത്തിട്ടാണ് അവരെ തള്ളിക്കളഞ്ഞത്. അത് തന്നെ കേരളത്തിലുണ്ട്. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഒരു ഒഴുക്കുണ്ട്. അക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ ഇന്ന് ഇവിടെ നടക്കുന്നത് വെറും തോന്നിവാസം എന്ന കാര്യം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായി എനിക്ക് വരെ നിശ്ചയമുണ്ട്. മനസ്സിലായില്ലേ? ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് കലാധരൻ അല്ലേ? അതിന് സംശയമൊന്നുമില്ല. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യമുള്ളൂ? ഇന്ന് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തല്ലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ മോദി പറഞ്ഞൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഇവിടെ ഇതുവരെ മോദിക്ക് വോട്ട് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവർ കൊടുത്തതാണ് ഒരു സീറ്റ്. സത്യം പറഞ്ഞാൽ ഇവർ 2 കൂട്ടരും കൂടി കൊടുത്തതാണ് ഒരു സീറ്റ്. അപ്പൊ എന്ത് സംഭവിക്കുമെന്നാണ് ശ്രീ കലാധരൻ കരുതുന്നത്? ഇത് വരുമോ, നടക്കോ ഇല്ലയോ? അത് പ്രവചനത്തിന് അർത്ഥമില്ല സാറേ. പ്രവചനം കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കണ്ടുപോരാം. ജനങ്ങൾ മടുത്തിട്ടുണ്ടെന്ന കാര്യം സംശയമില്ല. പക്ഷെ ഏത് പാർട്ടി ഇവിടെ വിശ്വസിക്കും? കോൺഗ്രസിനെ വിശ്വസിക്കുവോ? BJP വിശ്വസിക്കുവോ? BJP മോദി ചെയ്യുന്നത് എന്ത് ചെയ്തു? എന്താ ചെയ്തത്? എന്നെ കുറിച്ച് നാളെ ജയിലിടുമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല. മോദിയെ കുറിച്ച് പറഞ്ഞാൽ അവൻ ജയിലിലാണ്. പിണറായിയെ കുറിച്ച് പറഞ്ഞാൽ സൈനികനെ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഏതായാലും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെയുള്ള ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. ചില എതിർ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ കലാധരൻ വടക്കൻ പരവൂർന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത്. വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ വിളിക്കുന്നു. ശ്രീ ബാലകൃഷ്ണൻ, എന്ത് തോന്നുന്നു? നമ്മുടെ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ ത്രിപുരയിലെ സാഹചര്യം കേരളത്തിലും പതുക്കെ വരും എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? സാർ ഇപ്പം പറഞ്ഞത് ശരിയാ. കേരളത്തിൽ പതുക്കെ വരും. കാരണം കേൾക്കാമോ സാർ? ഹലോ, കേൾക്കാം.
പറഞ്ഞോളൂ ബാലകൃഷ്ണൻ. നമ്മുടെ ത്രിപുരയിലൊക്കെ 60 സീറ്റിൽ 50 സീറ്റ് 55 സീറ്റോളം മേടിച്ചിട്ടാണ് ത്രിപുരയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും അത്രയൊന്നും ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടി ഇല്ലല്ലോ. അപ്പൊ കേരളത്തിൽ BJP വരുന്നത് ഒരു അത്ഭുതമൊന്നല്ല. പ്രധാനമന്ത്രി നാളാന്നൊന്നും പറഞ്ഞിട്ടില്ല, താങ്കളുടെ ചാനൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പ്രധാനമന്ത്രി പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അല്ല, നാളെ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം അധികാരത്തിൽ വരും, BJP സഖ്യം അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു ചോദ്യം വെക്കുകയാണ്. ഇന്നത്തെ ത്രിപുര നാളത്തെ പരിഹാസത്തിന്റെ സ്വരമാണ്. നാളെ ഇന്നത്തെ ത്രിപുര നാളത്തെ കേരളം അത് ഇമ്പോസിബിൾ ആണ്, നാളെ ആവും. പക്ഷെ കേരളത്തിൽ നാളെ എന്ന് പറഞ്ഞാൽ നാളെ ഫെബ്രുവരി അല്ല മാർച്ച് 5-ാം തീയതിയോ 4-ാം തീയതിയോ ആകുന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പരിഹാസമുണ്ട്, അത് മലയാളത്തിലെ ചാനലുകൾ പരിഹസിക്കുന്ന അല്ലല്ല, അത് അങ്ങനെയല്ലെന്നേ. എന്റെ അല്ല, അങ്ങനെയല്ല ശ്രീ ബാലകൃഷ്ണൻ. നമ്മൾ നാളെ എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. നാളെ എന്ന് പറയുമ്പോൾ നാളെ രാവിലെ 9 മണിക്ക് നടക്കും എന്നല്ല, ഭാവിയിൽ എന്ന ഒരു പ്രയോഗത്തിൽ അങ്ങനെ ഒരു അർത്ഥമില്ലേ? അതിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിഹസിച്ചോളൂ. ഇല്ല, പരിഹാസമൊന്നുമില്ല ശ്രീ. ഇന്നലെ 11:30 മണി വരെ ഈ പരിഹാസം ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. ത്രിപുരയിൽ ഇതാ താഴോട്ട് പോകുന്നു. ഇത് 31-32 സീറ്റ് നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 35 സീറ്റാണ് ഉണ്ടായിരുന്നത്. അവിടെ വലിയ വ്യത്യാസമില്ലാതെ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. അത് എക്സിറ്റ് പോളുകളുടെ അധികാരമുള്ള ഏത് സ്റ്റേറ്റാണ് നഷ്ടപ്പെട്ടത്? സാറിന് വ്യക്താക്ക്. നഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, ഭാരതീയ ജനതാ പാർട്ടി കുതിക്കുകയാണ്. കുതിച്ചോട്ടെ, ഞാനതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. കുതിക്കുന്നത് എനിക്ക് വിരോധിപ്പൊന്നുമില്ല. കേരളത്തിലും ആവർത്തിക്കും. വരട്ടെ, സന്തോഷം. ഏതായാലും വളരെ നന്ദി ഈ അഭിപ്രായം വടകരയിൽ നിന്ന് വിളിക്കുകയും പങ്കുവെക്കുകയും ചെയ്തതിന്. തിരുവനന്തപുരത്ത് നിന്ന് രാജീവൻ ചേരുന്നു. ശ്രീ രാജീവൻ, എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയും തുടർന്ന് BJPയും ആ നിലപാട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് ഒരു പകൽക്കിനാവാണെന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് CPMന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്ത് തോന്നുന്നു രാജീവൻ? ഇല്ല സാർ, അങ്ങനല്ല. ഇതിപ്പോ 2024 വരാൻ പോകുന്ന സംഭവമാണ് പറയുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പം കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നാമാവിശേഷമാകും. നാമാവിശേഷമാക്കി കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ലീഗിന് അധികാരമില്ലാത്തവർക്ക് നിൽക്കാനൊക്കത്തില്ല. അവര് LDFന്റെ കൂടെ പോകും. ആ ഒരു ടേൺ അടുത്ത ഒരു ടേണും കൂടെ LDF തന്നെ കേരളം ഭരിക്കും. ഒരു സംശയം വേണ്ട. 24 പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നു, കോൺഗ്രസ് നാമാവിശേഷമാകുന്നു, ലീഗിന്റെ പ്രതീക്ഷ മാറുന്നു. അവർ ഏറ്റവും വലിയ സ്ട്രോങ് ആയ ഘടകക്ഷി അവർ നേരെ LDF പോകുന്നു. അവര് ആ ഒരു ടേണും കൂടെ വരുന്ന ഒരു ടേണും കൂടെ ഇടതുപക്ഷം അധികാരത്തിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസിനകത്തേക്കുള്ള അസംതൃപ്തരും ബാക്കി എല്ലാം കൂടെ ചേർന്നുകൊണ്ട് പ്രധാന പ്രതിപക്ഷമായിട്ട് BJP മാറും. ഏകദേശം 2035 ആകുമ്പോഴത്തേക്ക് BJP അധികാരത്തിൽ വരും. ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സംശയം വേണ്ട. ഇതിന്റെ യഥാർത്ഥമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എഴുതുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാർട്ടിക്കാർ തന്നെ പാർട്ടിയുടെ താഴെ തട്ടിലെ മൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആട്ടോക്കാരും തൊഴിലാളികൾക്ക് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ്. വണ്ടിയുടെ മുകളിൽ ആട്ടോയുടെ മുകളിൽ എഴുത്തെഴുതി വെക്കും, ഒരു പടം ഒട്ടിച്ച് വെച്ചേക്കും. എന്നിട്ട് അവരൊക്കെ കാണിക്കുന്ന ജനങ്ങളെ ബംഗാളി പണ്ട് ദൂരായിരുന്നു. അവിടെ രക്ഷാബന്ധിയാണ് പാർട്ടിക്കാരെ ജനങ്ങളുമായിട്ട് വെറുപ്പിച്ചത് ഭയങ്കരമായിട്ട്. കാരണം എന്ന് വെച്ചാൽ അവർ പിടിച്ചുപറിയായിരുന്നു. അവരെന്ത് ചെയ്തിരുന്നിരുന്നാലും ഒന്നും പറയാനൊക്കത്തില്ല. അപ്പൊ ജനങ്ങൾ, താഴെത്തട്ടിലുള്ള ജനങ്ങളെ ആദ്യമായിട്ട് വെറുപ്പിച്ചത് ബംഗാളിൽ ഈ പറയുന്ന പോലെ മറ്റുള്ള വാഹനത്തിന്റെ വിഷയമൊന്നും അല്ല. അവിടെ രക്ഷാമണ്ടിക്കാരാണ് പ്രശ്നത്തിന്റെ തുടക്കം. ഇതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആ പ്രശ്നങ്ങൾ അന്നേ പാർട്ടി തീരുമാനമെടുത്ത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാതെ ഇവരെ സംരക്ഷിച്ച് കൊണ്ടുപോയി. അതിന്റെ തനിയാവർത്തനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഈ താഴെത്തട്ടിൽ തെറ്റുപറ്റിയാണ്, തെറ്റായ അവനെ അപ്പോഴേ പാർട്ടിയിൽ നിന്ന് കളയണം. ഏതായാലും വളരെ നന്ദി രാജീവൻ. മറ്റ് ആളുകൾ കൂടി ഉള്ളത് കൊണ്ടാണ് താങ്കളുടെ അഭിപ്രായം പൊതുവേദിയിൽ രേഖപ്പെടുത്തിയതിന് വളരെ നന്ദി. ഗോപാലകൃഷ്ണൻ പാലക്കാട് നിന്ന് വിളിക്കുന്നു. ഗോപാലകൃഷ്ണൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ചെർപ്പശ്ശേരിയിൽ നിന്നാണ്. ചെർപ്പശ്ശേരിയാണ്. കുറച്ച് ദൂരെയാണ് ടൗണിൽ നിന്നൊക്കെ അല്ലേ? എന്ത് തോന്നുന്നു ഗോപാലകൃഷ്ണൻ? ഇത് BJP പറയുന്നത് കേരളത്തിലും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുന്നത് കേരളത്തിലും വൈകാതെ BJP സഖ്യം അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ അതൊരു പകൽക്കിനാവാണ് എന്നാണ് CPMന്റെ അവകാശവാദം. നടക്കില്ല എന്ന് ഇടത് ചേരിയിലുള്ളവർ പറയുന്നു. പക്ഷേ BJP നേതാക്കൾ അത് അനുകൂലിക്കുകയും ചെയ്യുന്നു. എന്ത് തോന്നുന്നു ഗോപാലകൃഷ്ണൻ? സത്യത്തില് പകൽക്കിനാവൊന്നുമല്ല, പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാവുന്നതാണ്. പിന്നെ CPM പറയുന്നത് ഒരു കേഡർ വ്യവസ്ഥയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ അടുക്കും ചിട്ടയതും കൊണ്ട് അവർ തീർച്ചയായിട്ടും പറയും. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ കൃത്യമായി ലക്ഷ്യങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJPയും.
അപ്പോൾ ഇതിൽ ഒന്നുമല്ലാതാകുന്നത് കോൺഗ്രസ് പാർട്ടി ആയിരിക്കും. തീർച്ചയായിട്ടും പകർക്കിനാവല്ല, ആ സ്വപ്നം പൂവണിയുമെന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഇത് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് കഴിയുന്നത്. കാരണം ഇതുവരെയുള്ള BJPയുടെ പ്രവർത്തനവും അവരുടെ വിജയവും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വളരെ നന്ദി ഗോപാലകൃഷ്ണൻ, പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പള്ളുരുത്തിയിൽ നിന്ന് ഡേവിഡ് വിളിക്കുന്നു. ഡേവിഡ്, ഈ പള്ളുരുത്തിയിലുള്ള ആളുകളൊക്കെ എന്താണ് പറയുന്നത്? കേരളത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകളും ഒരു രാഷ്ട്രീയ മാറ്റമൊക്കെ ഉണ്ടാകും എന്ന ആശങ്കയാണോ, അതോ ഇടതുപക്ഷത്തെ പോലെ ഇത് വെറും ഒരു പകൽക്കിരാവാണ്, ഇത് സാധ്യതയില്ല എന്ന നിലപാടാണോ, അതോ കോൺഗ്രസ് പറയുന്നത് പോലെ BJPക്ക് കേരളത്തിൽ ഇടമില്ല എന്ന് ചിന്തിക്കുന്നവരാണോ അവിടെ കൂടുതൽ? എന്റെ അഭിപ്രായമാണ്, പള്ളുരുത്തിലെ കൊച്ചിയിലെ ഉള്ളതല്ല, തിരുവനന്തപുരത്ത് പ്രധാന പ്രതിപക്ഷ ആരാണ്? കോൺഗ്രസ് ആണോ? അങ്ങനെ ഒരു നിലയിലേക്ക് തിരുവനന്തപുരത്ത് മാറി. ഇപ്പൊ തൃപ്പൂണിത്തുറ അവർക്ക് കൺസിഡറബിൾ ഗ്രോത്ത് ഇല്ലേ? എറണാകുളത്ത് തന്നെയുള്ള ഈ ജില്ല തന്നെയുള്ള ഒരു സ്ഥലമാണ്. പത്തനംതിട്ടയിൽ എന്താണ് അവര് പറയുന്നതിൽ നല്ല യാഥാർത്ഥ്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ രണ്ട് മുന്നണികളെയും കൊണ്ട് ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ഒന്ന് സോളാർ ആണെങ്കിൽ മറ്റൊന്ന് സ്വപ്നാടനമായി. സ്വർണമായി. ഇപ്പൊ ചുരുക്കം പറഞ്ഞിട്ട് ആം ആദ്മി പാർട്ടിക്ക് ഒരു ചെറിയ സ്കോപ്പ് ഉണ്ടായിരുന്നു, അത് വന്ന് അബ്കാരികൾ കൊണ്ടുപോയിട്ട് അവരെ വഴി തെറ്റിച്ചിരിക്കുന്നു. അപ്പൊ ശ്രീ ഡേവിഡ് ഒക്കെ വലിയ പ്രതീക്ഷയിലാണ് അടുത്ത BJP സഖ്യകക്ഷികളൊക്കെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഒരു സഖ്യമായിട്ട് നാളെ ഇവിടെ വരുമ്പോ ഇവർക്കൊരു തോന്നലുണ്ട്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഞാനൊരു ന്യൂനപക്ഷ സമുദായക്കാരൻ തന്നെയാണ്, ഇവരെ BJP എന്ത് വന്നാലും എതിർക്കുന്നത്. അത് നടക്കില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ആ നിലപാടില്ലെന്നാണ് ശ്രീ ഡേവിഡ് പറയുന്നത്. ഞാൻ കുറച്ച് നാളുകൾ ഗുജറാത്തിലൊക്കെ താമസിക്കുന്ന മകളുടെ എപ്പോഴും അവിടെ ബോറ മുസ്ലിംസ് കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ പ്രൊമിനന്റ് ബിസിനസ്സുകാരാണ്, അത് മുഴുവൻ BJPക്കാരാണ്. അതേപോലെ ഇവിടെ നാളെ ലീഗ് സഖ്യകക്ഷിയായിട്ട് ചിലപ്പോ വരും അവരുടെ കാര്യം നടക്കണമെങ്കിൽ. ഗുജറാത്തിൽ പോയിട്ട് കുറച്ചു കാലമായോ? ഞാനിപ്പോ 2 മാസമേ ഉള്ളൂ. ഡിസംബർ ജാനുവരി അവിടെ ഉണ്ടായിരുന്നു, 2 മാസം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും ഞാൻ അവിടെ കുറെ നാൾ നിൽക്കുന്നതാണ് ജാംനഗറിലൊക്കെ. അവിടുത്തെ ദർബാർ ഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറ മുസ്ലിംസ് കൊണ്ട് കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് BJPക്കാരാ. അവർക്ക് എന്താണ് നല്ല മടിയുണ്ട്, അങ്ങോട്ട് ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സംഘടനയുടെ ഒരു വലിയ മീറ്റിംഗിയുടെ ബോംബെയിൽ മോഡിയാണ് വന്നിട്ട് ഇതായത്. ഏതായാലും ഡേവിഡ് വളരെ നന്ദി ഈ അഭിപ്രായം പങ്കുവച്ചതിന്. മറ്റൊരു കോളർ ഉള്ളത് കൊണ്ടാണ്. കൊയിലാണ്ടിയിൽ നിന്ന് റഷീദ് വിളിക്കുന്നുണ്ട്. റഷീദിന് എന്ത് തോന്നുന്നു, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടം BJPക്ക് ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ടോ? അത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഗുണം ചെയ്യുമോ? ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്കൊക്കെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആ വിജയം വഴിവെക്കുമോ? അതായത് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും സ്വപ്നങ്ങൾ കാണുവാനും എല്ലാവർക്കും കഴിയല്ലോ, അതെല്ലാവരുടെയും അവകാശമാണ്. കേരളത്തിന്റെ പൈതൃകവും കേരളത്തിന്റെ ഒരു സംസ്കാരവും കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയും നാഷണലായ കേരളവും അങ്ങനെയുള്ള ഒരു BJPക്ക് അത്ര എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. 34 സീറ്റ് മുതൽ 40 സീറ്റ് വരെ ഞങ്ങൾ നേടും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും, സുരേന്ദ്രൻ ഉപമുഖ്യമന്ത്രിയാവും, എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. ആ വീരവാദങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കിക്കാണുക. ഇങ്ങനെ നിങ്ങൾ ഒരു ടോപ്പിക്ക് വെച്ചപ്പോ, കാരണം ഇന്നത്തെ ത്രിപുര, നാളത്തെ കേരളമോ, ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയേ അല്ല. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തലശ്ശേരിയിൽ നിന്ന് അജ്മൽ ചേരുന്നു. അജ്മൽ, എന്താണ് അജ്മലിന്റെ ഒരു അഭിപ്രായം? ഇത് പകൽക്കിനാവാണോ അജ്മലെ? പകൽക്കിനാവ് പോലെ സ്വപ്നം കാണുകയാണ് ഈ BJPക്കാര് കാണുകയോ? അതെയോ? ശരി. ഒന്നാമത് എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ജനങ്ങളുള്ളത്. ഈ BJPനെ പോലെ എന്താ പറയാ ചാണകത്തിൽ നിന്ന് ഇതുണ്ടാകുന്ന സംഭവം അതെല്ലാം UPയിലും ഗുജറാത്തിലും നടക്കാന്നല്ലാണ്ട് കേരളത്തിൽ സമ്പന്ന വിദ്യാഭ്യാസം കൂടുതലുണ്ട്. ഒരു കാലത്തും സാധ്യമാവില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ 140 മണ്ഡലത്തിൽ ഒരു സീറ്റ് കിട്ടിയാലും ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുണ്ടായി, ആ സീറ്റ് ഞങ്ങൾ എടുക്കും, അതേപോലെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്വപ്നം കണ്ട് കടന്നു ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPയുടെ വോട്ട് ശതമാനം കുറയാന്നല്ലാണ്ട് കൂടിയിട്ടില്ല. ആ ചരിത്രം കൂടി ഈ മോഡിക്ക് സുരേന്ദ്രൻ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. വളരെ നന്ദി അജ്മൽ, തലശ്ശേരിയിൽ നിന്ന് വിളിക്കുകയും താങ്കളുടെ അഭിപ്രായം പൊതുവേദിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും
പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. പൊതുവേദി തുടരുന്നു. കേരളത്തിലും BJP സർക്കാർ വൈകാതെ ഉണ്ടാകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ബാലചന്ദ്രൻ വിളിക്കുന്നു. ശ്രീ ബാലചന്ദ്രൻ, പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ ബാലചന്ദ്രൻ എങ്ങനെയാണ് കാണുന്നത്? MA ബേബി കൊല്ലത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നേരെ തിരിച്ചായിരുന്നു. ഇത് വെറും സ്വപ്നമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്ത് തോന്നുന്നു ബാലചന്ദ്രൻ? നമസ്കാരം സാർ. യെസ്, മാറ്റം അനിവാര്യമാണ്. ഇവിടെ മാറി മാറിയുള്ള സർക്കാരും തുടർ ഭരണവും കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ MA ബേബിയുടെ അടുത്ത മണ്ഡലം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മനസ്സിൽ കുണ്ടറയും, ഞാൻ ചാത്തന്നൂരുമാണ്. പക്ഷേ ഇത് ജനം മടുത്തു കഴിഞ്ഞു. ജനങ്ങളാണ് ഇതിനെ തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞാൽ അവർ തീരുമാനം എടുക്കും. ആരെയും നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. അതുകൊണ്ട് ജനതീരുമാനം ആരെയും ഒറ്റപ്പെടുത്തി ദുഷ്ടക്കളെന്നോ മറ്റൊന്നോ കാണാനില്ല. ആര് വന്നാലും ശരി നല്ല ഭരണം കാഴ്ചവെച്ചാൽ അവർക്ക് ഭരിക്കാം. ചാത്തന്നൂരിലൊക്കെ ആളുകൾക്ക് മടുത്തു എന്നാണോ അതോ പൊതുവെ ഉള്ളൊരു അഭിപ്രായമാണോ അതോ അങ്ങയുടെ മാത്രം അഭിപ്രായം എന്ന നിലയിലാണോ? എന്റെ മാത്രമല്ല, ഞാൻ ഇന്ത്യ ഒട്ടുക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളും കിഴക്ക് പടിഞ്ഞാറൻ എല്ലാവരും സഞ്ചരിച്ച് അവിടുത്തെ റേഷനും വെള്ളവും കഴിച്ചവനാണ് ഞാൻ. അത് ശരി. അതെന്താ പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞാൻ ഈ സർക്കാർ സേവന ഇന്ത്യ മഹാരാജ്യത്തിനെ സേവിച്ചൊരു വ്യക്തിയാണ്. സൈനികനാണ്. ഈ പറഞ്ഞ ആൾക്കാർ ഈ പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും നിരന്തരം സമ്പർക്കത്തിൽ ബന്ധപ്പെടുന്ന ആളാണ്. UPയും ബീഹാറും എല്ലായിടത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ട് ഡെയിലി സംവാദിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഓരോ സ്ഥലത്തിനും മാറ്റം അനിവാര്യമാണ്. മാറ്റം വരുമെന്നാണ് ശ്രീ ബാലചന്ദ്രൻ വിചാരിക്കുന്നത്. ഏതായാലും മരണം സാർ, മാറ്റം മരണം. വളരെ നന്ദി കൊല്ലത്ത് നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് വിളിക്കുന്നു. ശ്രീ മുഹമ്മദ്, എന്തു തോന്നുന്നു? MA ബേബി പറഞ്ഞത് ഇത് വെറും സ്വപ്നാടനമാണ് എന്നാണ്. ഇത്തരം ഒരു കാര്യം നടപ്പാകാനേ പോകുന്നില്ല, ഇത് പകൽക്കിനാവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പകൽക്കിനാവാണോ അതോ ഇത് സാധ്യമാകുന്നൊരു കാര്യമാണോ? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. പിന്നെ ഇന്ത്യ രാജ്യത്തെ പല സ്റ്റേറ്റും ഉണ്ട്. 1600 രൂപ പെൻഷൻ കൊടുക്കണ എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളതൊന്ന് അന്വേഷിക്കാം. ഒന്ന് സാറ്. പിന്നെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, മറ്റേതുണ്ടായി, പിന്നെ നിപ ഉണ്ടായി, കോവിഡ് ഉണ്ടായി. അവരൊക്കെ എങ്ങനെ സംരക്ഷിച്ചത് എന്നുള്ളത് മറ്റ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുള്ളത് സാറൊന്ന് അന്വേഷിക്കാം. പിന്നെ ഇപ്പൊ അവിടെ 4 സീറ്റ് മറ്റവർക്കും കിട്ടി. അവിടുത്തെ ജനത്തിന് കോൺഗ്രസിനെ പറ്റിയിട്ടില്ല. ആ ബേസിൽ ആ സീറ്റും കിട്ടി. അപ്പൊ ഇതിപ്പോൾ പോകും എന്നുള്ളൊരു ധാരണയാണ്. എന്നാ സാറേ ഇവിടെ ആരെ ഒരാള് പറഞ്ഞു നേരത്തെ, ഇവിടെ വിദ്യാഭ്യാസമുള്ളവരാണ് എന്നുള്ള ഒരാള് നേരത്തെ പറഞ്ഞു. അതേപോലെ ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ത്രിപുരയിൽ ഇതൊന്നും ഉണ്ടായില്ലേ അപ്പൊ നമ്മുടെ ഈ ഇടത് സർക്കാരിന് അവിടെ ഉണ്ടായ അവിടെ അത്രയും കാലം ഭരിച്ചല്ലോ. അത്രയും കാലം ഭരിച്ചോ. എന്തായിരിക്കും അവരെ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം എന്തായിരിക്കും? ആ പരാജയം പോയത് എങ്ങനെ അവിടെ സാറിനറിയാലോ. ഇന്ത്യയിൽ കൂടുതൽ പേരും സാറിനറിയാം അവിടുത്തെ കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത് ശ്രീ മുഹമ്മദ് എന്ത് ചിന്തിക്കുന്നു എന്നാണ്. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അവിടെ വളരെ നല്ല ഭരണമാണ് അവിടെ നടത്തിയത്. പക്ഷെ ഇവർക്ക് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടും അപ്പൊ ഇവിടെ നല്ല ഭരണമായാലും ഇത് പോകാം അല്ലേ? അവിടെ ആ സ്റ്റേറ്റ് നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതവിടെ നടന്നു. ഏതായാലും വളരെ നന്ദി ശ്രീ മുഹമ്മദ് മഞ്ചേരി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. ജോസുകുട്ടി വിളിക്കുന്നു. ജോസുകുട്ടി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലയിന്നാണോ? എന്താണ് ജോസുകുട്ടിക്ക് പറയാനുള്ളത്? ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പോപ്പുലേഷനിടയിൽ, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നൊരു അവകാശവാദമാണ് BJP ഇപ്പോൾ ഉന്നയിക്കുന്നത്. കേരളത്തിലും സാധ്യമാകുമെന്ന ഒരു പരാമർശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്ത് തോന്നുന്നു? ശരിയാണോ? സാധ്യമാണോ അത്? ശരിയാ സാറേ. ഇവിടെയാണ് തന്നെ പാലയിലൊക്കെ ഇഷ്ടംപോലെ BJPയുടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജോസ് കെ മാണിക്കെതിരായിട്ട് ഇന്ന് മാർച്ചിക്കാപ്പനെ ജയിപ്പിക്കാനൊരു കാരണവും പാലയിലെ BJPക്കാർ തന്നെ. അവർ വിചാരിച്ചുകൊണ്ട് തന്നെ ജയിച്ചത്. അപ്പൊ വേറൊരു കാര്യമാണ് ഇത് പറയാനുള്ളത്. പ്രയത്നിക്കണം. ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നത് പ്രയത്നിച്ചതിന്റെ ഫലമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രയത്നിച്ചാൽ നടക്കും. അല്ലാതെ ഇവിടുത്തെ BJPക്കാരെ പോലെ അഹംഭാവം പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറിയിരിക്കും, ചുമ്മായി മൈക്കൂടെ അലോൺസ്മെന്റ് ചെയ്ത് നടത്തില്ല. കഷ്ടപ്പാടും ദുരിതങ്ങളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരുപാട് അവസരങ്ങൾ ഇപ്പൊ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ അഴിമതി നിറഞ്ഞ ഈ ഭരണത്തിനെതിരെ പ്രയത്നിക്കുവാണെങ്കിൽ കിട്ടും. അതുപോലെ ധർണയും സമരമൊക്കെ നടത്തണം. രാഷ്ട്രീയ സമരമൊക്കെ കോൺഗ്രസിന്റെ കൂടെ കൂടിക്കൊണ്ട് നിയമസഭയൊക്കെ വളഞ്ഞ് സമരം നടത്തണമെന്ന്. ഇതുപോലെ ഇതിക്കുള്ള തന്നെ ഒരു അവസരം കിട്ടാൻ ഇത്രയോ അഴിമതി നിറഞ്ഞൊരു ഭരണം ഉണ്ടാക്കിയിട്ടും ഇവന്മാര് പൊത്തിനകത്ത് കയറി ഇരുന്നിട്ട് നരേന്ദ്രമോദി പറയുന്ന
കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ. പ്രയത്നിക്കണം. പുള്ളി പറയുന്നില്ല, പ്രയത്നിച്ചാ കൂട്ടിരുന്നത്, പ്രയത്നിച്ചായി. ഏതായാലും ശ്രീ ജോസുകുട്ടി വളരെ നന്ദി അഭിപ്രായം പങ്കുവയ്ക്കുകയും വിളിക്കുകയും ചെയ്തതിന്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.